ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഡ്രഗ്സ് നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും, അതായത് നമ്മുടെ യുവാക്കളുടെ സിരകളിലോടുന്ന കേട്ടുകേൾവിയില്ലാത്ത ഈ മയക്കുമരുന്നുകളിലൂടെ ഡ്രഗ് കാർട്ടലുകൾ കൊയ്തു കൊണ്ടുപോകുന്ന പണം ഡയറക്റ്റായിട്ട് എത്തുന്നത് ടെററിസ്റ്റുകളുടെ പോക്കറ്റിലാണ്. അത് അവർ നമ്മുടെ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താനും രാജ്യത്തിനകത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കാനും ഉപയോഗിക്കുമെന്ന് പറയുന്നു. സമാനമായ രീതിയിൽ അമിത്ഷാ ഒരു ഡ്രഗ് കാർട്ടലുകളെല്ലാം തുടച്ചു നീക്കാനുള്ള ഒരു യജ്ഞത്തിന് തന്നെ തുടക്കമിട്ടിരുന്നു. ആ യജ്ഞം ഇപ്പോൾ നടക്കുന്നത് മണിപ്പൂരിലാണ്. മണിപ്പൂർ കലാപ കലുഷിതമാണ്. അതിന് പിന്നിൽ പ്രധാനമായും ഈ ഡ്രഗ് കാർട്ടലുകളുടെ പങ്ക് ചെറുതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മണിപ്പൂരിൽ ആ യജ്ഞത്തിന്റെ ഭാഗമായി 21 കോടി രൂപയുടെ ഡ്രഗ് സീസ് ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പല ഭാഗത്തും ശക്തമായിട്ടുള്ള റെയ്ഡുകളാണ് മണിപ്പൂരിൽ ഇതേ തുടർന്ന് നടക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ഒരു കലാപം അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് കലാപകാരികളെ ആക്രമിക്കുകയോ കലാപകാരികളെ വെടിവെച്ച് വീഴ്ത്തുകയോ അല്ലെങ്കിൽ കലാപകാരികളെ കൊത്തി നുറുക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ രീതിയല്ല. അത് കലാപം അടിച്ചമർത്താൻ പര്യാപ്തമായിട്ടുള്ള മാർഗവുമല്ല. മറിച്ച് ഈ കലാപമുണ്ടായ സോഴ്സ്, ഈ കലാപത്തിന്റെ ഫണ്ടിങ്, എന്ത് കാര്യമായിരുന്നാലും സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറയില്ലാതെ ഒരു കാര്യവും നമ്മുടെ രാജ്യത്ത് നടക്കാൻ സാധിക്കില്ല. അത് ഭരണമാണെങ്കിൽ പോലും, കലാപം ഉണ്ടാകണമെങ്കിൽ പോലും കലാപകാരികൾക്ക് വേണ്ട ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾ ഉണ്ടായിരിക്കണം. ആ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആളെ ആദ്യം പിടിക്കുക. ആ ഫണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ചിട്ട പോലെ കലാപം നിൽക്കും. ഇതാണ് അജിത് ഡോവലിന്റെയൊക്കെ കലാപം നിർത്താനുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത്. ഡൽഹി കലാപമൊക്കെ ട്രംപ് വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അജിത് ഡോവൽ രണ്ടാമത്തെ ദിവസം അവിടെ കാലെടുത്ത് കുത്തിയതോടെ സ്വിച്ചിട്ട പോലെ ഡൽഹി കലാപം നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സമാനമായ രീതിയിൽ മണിപ്പൂരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, മണിപ്പൂരിൽ ആരാണ് ഫണ്ട് ചെയ്യുന്നത്, ആ ഫണ്ട് നിർത്തുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഫണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ശൃംഖല എന്ന് പറയുന്നത് ഡ്രഗ് കാർട്ടലുകളാണ്. ഈ ഡ്രഗ് കാർട്ടലുകളെ സീസ് ചെയ്താൽ ഒരു പരിധിവരെ മണിപ്പൂരിനെ നമുക്ക് കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കും. രണ്ടാമതാണ് ഈ സോറോസിനെ പോലെയുള്ള ആൾക്കാരൊക്കെ വരുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ 21 കോടി രൂപ വിലമതിക്കുന്ന 10.565 കിലോഗ്രാം ഹെറോയിൻ പൊടി മണിപ്പൂർ പോലീസ് പിടിച്ചെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയപാത, അതായത് ഇംഫാൽ ദിമാപൂർ ദേശീയപാതയിൽ നടന്ന ഒരു വേട്ടയിലാണ് ദമ്പതികൾ ഉൾപ്പെടെ മയക്കുമരുന്ന് വിൽക്കുന്ന ആൾക്കാർ അറസ്റ്റിലായത് എന്നും മനസ്സിലാവുന്നു. മണിപ്പൂരിൽ 21 കോടി രൂപ വിലമതിക്കുന്ന ഈ ഡ്രഗ് ഒരു സ്ഥലത്ത് നിന്ന് പിടിച്ചെടുത്തു. ബാക്കിയുള്ള സ്ഥലത്ത് ശക്തമായിട്ടുള്ള റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൊലേറോയുടെ മേൽക്കൂരയിൽ നിന്നാണ് പോലീസ് ഹെറോയിൻ പിടിച്ചെടുത്തത്. അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയായിരുന്നു ഈ ഡ്രഗ് കടത്തിയിരുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. മണിപ്പൂരിൽ 21 മാസമായി നിലനിൽക്കുന്ന പ്രതിസന്ധിക്കിടെ സംസ്ഥാന പോലീസ് നടത്തിയ ഒരു വലിയ നടപടിയായി ഇതിനെ കണക്കാക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ 21 കോടി ഇതിന് വിലയുണ്ട്. മയക്കുമരുന്ന് കടത്ത് സംബന്ധിച്ച് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇംഫാൽ വെസ്റ്റ് പോലീസ് സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിൽ സെക്മായി പോലീസ് സ്റ്റേഷൻ ഗേറ്റിൽ പരിശോധന നടത്തി. ഒരു ബലോറയും ടാറ്റ ഹാരിയറും ഉൾപ്പെടുന്ന 2 വാഹനങ്ങൾ സംഘം തടഞ്ഞു. സേനാപതി ജില്ലയിലെ മൈബ ഗ്രാമത്തിൽ നിന്നുള്ള KP ജേക്കബ് എന്ന ബൊലേറോ ഡ്രൈവർ വാഹനത്തിൽ ഒളിപ്പിച്ച് കടത്തുന്ന വസ്തുക്കളാണ് ഇപ്പോൾ പോലീസ് സീസ് ചെയ്തിരിക്കുന്നത്. ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെയും സ്വതന്ത്ര സാക്ഷികളുടെയും സാന്നിധ്യത്തിൽ നടത്തിയ സമഗ്രമായ പരിശോധനയിൽ ബലേറോയുടെ മേൽക്കൂരയിൽ ഒളിപ്പിച്ച നിലയിൽ 461 സോപ്പിന്റെ കേസുകളാണ് ലഭിച്ചത്. ഈ സോപ്പിന്റെ കേസുകളിൽ ഹെറോയിൻ പൊടി കണ്ടെത്തുകയായിരുന്നു. പിന്നീട് മൊബൈൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി സംഘം സാമ്പിളുകളിൽ ഹെറോയിൻ ആണ് എന്ന സ്ഥിരീകരണവും നടത്തി എന്നാണ് വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 5 മിലിറ്റൻസിനെ കൂടെ മണിപ്പൂരിൽ മറ്റൊരു സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. മണിപ്പൂരിൽ അരിച്ചു പറക്കുകയാണ്. അവിടെയുള്ള പോലീസും സൈന്യവും ചേർന്ന് സംയുക്ത സേനയായി അവിടെ മുന്നോട്ട് പോവുകയാണ്. കാര്യങ്ങളെല്ലാം കൊണ്ട് മണിപ്പൂരിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഡ്രഗ് കാർട്ടലുകളുടെ വേട്ടയാണ് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.